ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഡീകോഡിംഗ് സെഷൻ ആണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ലേൺ വൈസിലുള്ള ബാക്കി വരുന്ന എന്തൊക്കെയാണ് അക്കാഡമിക് കണ്ടന്റ് ഫീച്ചേഴ്സ് എന്നും കൂടി നിങ്ങളെ കാണിച്ചു തരുന്ന ഒരു സെഷൻ കൂടിയാണ് ഇത്. സോ ഡീകോഡിംഗ് ദ സിലബസ്. സോ നമുക്കറിയാം, നമ്മൾക്ക് സെക്കൻഡ് ഇയറിൽ നമുക്ക് ടോട്ടൽ 4 പേപ്പേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ആൻഡ് അതിനകത്ത് നിങ്ങൾക്ക് ഒരു 4 പേപ്പറും ബാക്കി വരുന്ന ഓപ്ഷണൽ മൊഡ്യൂളിലെ 3 പേപ്പറും, അങ്ങനെയാണ് നമ്മളുടെ 4 പേപ്പേഴ്സ് വരുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്ന സെയിം പാറ്റേണിന് ഒരു കമ്പൽസറി പേപ്പറും അതോടൊപ്പം തന്നെ ഓപ്ഷണൽ മൊഡ്യൂളിൽ വരുന്ന 3 പേപ്പേഴ്സും. സോ നമ്മുടെ സെക്കൻഡ് ഇയറിലെ കോർ പേപ്പർ ആയിട്ട് വരുന്നത് MEG 04 ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു പേപ്പർ ആണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ നിങ്ങൾ ഓപ്ഷണൽ മൊഡ്യൂൾ ആയിട്ട് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആണ് എടുത്തിട്ടുള്ളെങ്കിൽ അതിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് ബ്രിട്ടീഷ് പോയട്രി, MEG 01, MEG 03 ബ്രിട്ടീഷ് നോവൽ, MEG 02 ബ്രിട്ടീഷ് ഡ്രാമ, ഈ 3 പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് സെക്കൻഡ് ഇയേഴ്സിൽ ഉണ്ടാവുക. അല്ല, നിങ്ങൾ ഇനിയിപ്പോ മോഡ്യൂൾ 4 അതായത് റൈറ്റിംഗ്സ് ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഒരു പേപ്പർ ആണ് എടുത്തിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് MEG 07 ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, MEG 14 കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, പിന്നെ MEG 10 ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ. ഇത്രയും പേപ്പേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് ഇയറിൽ പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് ഓപ്ഷണൽ മൊഡ്യൂൾ ആണോ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള പേപ്പേഴ്സ്. ആൻഡ് അതോടൊപ്പം തന്നെ നമുക്ക് MEG 15 കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു കമ്പൽസറി പേപ്പർ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ആണ്. പക്ഷെ നമ്മുടെ ലേൺ വൈസ് അതിന്റെ മെറ്റീരിയൽസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പുള്ളി അവൈലബിൾ ആയിട്ടുള്ള കോഴ്സ് വരുന്നത് ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജിൻ്റെതാണ്. സോ നിങ്ങൾ എല്ലാവരും എടുത്തിട്ടുണ്ടാവുക ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് തന്നെയായിരിക്കും. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പേപ്പേഴ്സിനകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ കോർ പേപ്പറിൽ വരുന്ന MEG 04 ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു പേപ്പർ ആണ്. സോ ബ്ലോക്ക് 1 ടോട്ടൽ ഓഫ് 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. ദ നേച്ചർ ഓഫ് ലാംഗ്വേജ്, ലുക്കിംഗ് അറ്റ് ഡേറ്റ 1, ലുക്കിംഗ് അറ്റ് ഡേറ്റ 2, ലാംഗ്വേജ് ആൻഡ് തോട്ട്. ഇതാണ് നിങ്ങളെ ബ്ലോക്ക് 1 പഠിക്കാൻ വരുന്നത്. ബ്ലോക്ക് 2 വരുന്ന സമയത്ത് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ടോട്ടൽ ഓഫ് 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. ആൻഡ് ഇൻട്രൊഡക്ഷൻ, ചേഞ്ചസ് ഇൻ സൗണ്ട്സ് ആൻഡ് സ്പെല്ലിംഗ്, ചേഞ്ചസ് ഇൻ വൊക്കാബുലറി, ചേഞ്ചസ് ഇൻ ഗ്രാമർ. ഇതാണ് നിങ്ങൾക്ക് ബ്ലോക്ക് 2 പഠിക്കാൻ വരുന്നത്. ബ്ലോക്ക് 3 വരുന്ന സമയത്ത് ഇംഗ്ലീഷ് ഫോണറ്റിക്സ് ആൻഡ് ഫോണോളജി പാർട്ട് 1. ഇതിനകത്ത് 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. ദ സ്പീച്ച് മെക്കാനിസം, ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് കൺസണൻസ് ആൻഡ് വോവൽസ്, ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ഫോണോളജി, ദ കൺസണൻസ് ഓഫ് ഇംഗ്ലീഷ്. ഇത്രയുമാണ് നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്കിനകത്ത് പഠിക്കാൻ വരുന്നത്. ആൻഡ് ബ്ലോക്ക് 3 പാർട്ട് ബിയിൽ വരുന്നത് ഇംഗ്ലീഷ് ഫോണറ്റിക്സ് ആൻഡ് ഫോണോളജി പാർട്ട് 2. ഇതിനകത്ത് 3 യൂണിറ്റ് ആണ് വരുന്നത്. ദ വോവൽസ് ഓഫ് ഇംഗ്ലീഷ്, RP, word, accent, stress and rhythm in connected speech. And unit 7 വരുന്ന സമയത്ത് intonation. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ബ്ലോക്ക് 3 പാർട്ട് ബിയിൽ പഠിക്കാൻ വരുന്നത്. ബ്ലോക്ക് 4 വരുന്ന സമയത്ത് ഇംഗ്ലീഷ് മോർഫോളജി ആണ്. ഇതിനകത്ത് ടോട്ടൽ 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. യൂണിറ്റ് 1 വരുന്ന സമയത്ത് ദ സ്റ്റഡി ഓഫ് വേർഡ്സ്, യൂണിറ്റ് 2 വേർഡ് ഫോർമേഷൻ ഇൻ ഇംഗ്ലീഷ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. ഇങ്ങനെയാണ് നിങ്ങളുടെ 4 യൂണിറ്റും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 5 വരുന്ന സമയത്ത് ഇംഗ്ലീഷ് സിന്റാക്സ് ആണ്. ഇതിനകത്ത് ടോട്ടൽ 6 യൂണിറ്റ്സ് ആണ് വരുന്നത്. ബേസിക് നോഷൻ ഓഫ് സിന്റാറ്റിക്, കോൺസിക്വൻസ് ആൻഡ് ഫ്രേസ് സ്ട്രക്ചർ, ടൈപ്സ് ഓഫ് ക്ലോസസ് ആൻഡ് സെന്റൻസസ്, ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷൻ, കേസസ് ആൻഡ് തിമാറ്റിക് റോൾസ്, ദ സിന്റാക്സ് ഓഫ് ഇൻഫ്ലക്ഷണൽ എലിമെന്റ്സ്, ടെൻസ് ആൻഡ് അഗ്രിമെന്റ്, pronouns, reflexives and other bound elements, syntax of scope, adverbs, quantifiers and negation. ഇതാണ് നിങ്ങൾക്ക് 6 യൂണിറ്റ് ആയിട്ട് വരുന്ന ബ്ലോക്ക് 5 ഡിവൈഡ് ചെയ്തിട്ടുള്ള പോർഷൻസ്. ആൻഡ് ബ്ലോക്ക് 6 വരുന്ന സമയത്ത് ലാംഗ്വേജ് ഇൻ യൂസ് പാർട്ട് 1. ഇതിനകത്ത് നിങ്ങൾക്ക് ടോട്ടൽ 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ്. യൂണിറ്റ് 2 വരുന്ന സമയത്ത് സ്പീച്ച് കമ്മ്യൂണിറ്റി ആൻഡ് മൾട്ടിലിംഗ്വിസം, ബൈലിംഗ്വിസം. യൂണിറ്റ് 3 വരുന്ന സമയത്ത് ആൻഡ് യൂണിറ്റ് 4 വരുമ്പോൾ ലാംഗ്വേജ് സ്റ്റാൻഡർഡൈസേഷൻ. സോ ഇത്രയാണ് നിങ്ങളുടെ ബ്ലോക്ക് 6 വരുമ്പോൾ ഉള്ളത്. ആൻഡ് ബ്ലോക്ക് 7 വരുമ്പോൾ ലാംഗ്വേജ് ഇൻ യൂസ് പാർട്ട് 2. ഇതിനകത്ത് ടോട്ടൽ 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. മൾട്ടിലിംഗ്വൽ യൂസ് ഓഫ് കോഡ്സ്, ലാംഗ്വേജ് പ്ലാനിംഗ്, conversational analysis, learner factors in second language acquisition. And unit 5 വരുന്ന സമയത്ത് learner factors in second language acquisition part 2. സോ ഇത്രയുമാണ് നിങ്ങളുടെ ബ്ലോക്ക് 7 വരുന്ന സമയത്ത് യൂണിറ്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബ്ലോക്ക് 8 വരുന്ന സമയത്ത് ദ സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ്. ഇതിനകത്തും ടോട്ടൽ 4 ബ്ലോക്സ് യൂണിറ്റ് ആണ് വരുന്നത്. ആൻഡ് വേരിയേഷൻ ആൻഡ് വെറൈറ്റീസ്, കൺസോളിഡേഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഇംഗ്ലീഷ്, ദ സ്പ്രെഡ് ആൻഡ് റൈസ് ഓഫ് ഇംഗ്ലീഷ്, ഇന്ത്യൻ ഇംഗ്ലീഷ്. ഇത്രയുമാണ് നിങ്ങളുടെ ബ്ലോക്ക് 8 യൂണിറ്റ്സ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 9 സ്റ്റൈലിസ്റ്റിക്സ്. ഇതിനകത്ത് ടോട്ടൽ 6 യൂണിറ്റ്സ് വരുന്നുണ്ട്.
language variation, the context of situation, the connection between linguistic, literary criticism and stylistics, style and content, analyzing text part 1, part 2, part 3. ഇങ്ങനെയാണ് നിങ്ങളുടെ ബ്ലോക്ക് 9 ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയുമാണ് നിങ്ങളുടെ ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്ന സെക്കൻഡ് ഇയറിന്റെ കോർ പേപ്പേഴ്സ്. പുള്ളി നിങ്ങൾക്ക് ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, ഫോണിറ്റിക്സ്, ഫോണോളജി, മോർഫോളജി, ഇങ്ങനത്തെ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിനകത്ത് ഫുള്ളി പഠിക്കാൻ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഓപ്ഷണൽ മൊഡ്യൂൾ ആയിട്ടുള്ള ബ്രിട്ടീഷ് ലിറ്ററേച്ചർ നോക്കാം. സോ ചിലവരൊക്കെ ഫസ്റ്റ് ഇയറിൽ തന്നെ ഈ ഒരു ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഓപ്ഷണൽ മൊഡ്യൂൾ എടുത്തവരായിരിക്കും. ചിലവർ ഇതിപ്പോ സെക്കൻഡ് ഇയറിലേക്കായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പൊ സെക്കൻഡ് ഇയറിലേക്ക് ഓപ്ഷണൽ മൊഡ്യൂൾ ആയിട്ട് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എടുത്തിട്ടുള്ള സ്റ്റുഡൻസിനാണ് ഇത് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് പേപ്പർ വരുന്നത് MEG 01 ബ്രിട്ടീഷ് പോയട്രി ആണ്. സോ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് ഓറിയന്റേഷൻ ഫോർ ദ സ്റ്റഡി ഓഫ് പോയട്രി ആൻഡ് ദ മിഡീവൽ പോയറ്റ് ചോസർ. സോ ഇതിനകത്ത് ടോട്ടൽ 7 യൂണിറ്റ്സ് ആണ് വരുന്നത്. From the evaluation of portraits towards the explication of poems, ഇതാണ് യൂണിറ്റ് 1. യൂണിറ്റ് 2ലേക്ക് വരുന്ന സമയത്ത് a prelude to the study of poetry. യൂണിറ്റ് 3 the age of Chaucer. Unit 4 Chaucer's poetry, a general survey. Unit 5 the general prologue to the Canterbury Tales. Unit 6 a study of the non-priestess tale 1. And Unit 7ലേക്ക് വരുന്ന സമയത്ത് അതിന്റെ പാർട്ട് 2. ഇങ്ങനെയാണ് നിങ്ങളുടെ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത്. And block 2ലേക്ക് വരുന്ന സമയത്ത് undertaking a study of Spenser. Unit 8 the Renaissance. Unit 9 Edmund Spenser. Unit 10 Spenser's poetry part 1. And Unit 11ലേക്ക് വരുമ്പോൾ poetry part 2. ഇത്രയാണ് നിങ്ങളുടെ block 2 വരുന്നത്. And block 3ലേക്ക് വരുന്ന സമയത്ത് the metaphysical poets Don Herbert. So Unit 12ലേക്ക് വരുന്ന സമയത്ത് poetry and society in the 17th century. Unit 13 John Donne, Portrait of the Man, his thematic and technical innovation. Unit 14 John Donne, further exploration and of poems. Unit 16ലേക്ക് വരുന്ന സമയത്ത് Andrew Marvell, a study of his poem. And block 4ലേക്ക് വരുന്ന സമയത്ത് studying Milton, the life. Unit 19 a survey of Milton's lesser poem and prose. Unit 20 on the morning of Christ's nativity and Lycidas. Unit 21 Il Allegro, Il Penseroso and the sonnets. അപ്പൊ ഇത്രയുമാണ് നിങ്ങളുടെ ബ്ലോക്ക് 4 വരുന്നത്. ബ്ലോക്ക് 5ലേക്ക് വരുന്ന സമയത്ത് the neoclassical poets ആണ് Dryden and Pope. സോ ഇതിനകത്ത് നിങ്ങൾക്ക് യൂണിറ്റ് 22 വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ദ ഏജ് ഓഫ് ഡ്രൈഡൻ. യൂണിറ്റ് 23 ജോൺ ഡ്രൈഡൻ, മാക്ഫെക്ലോ, പോപ്പ് എ ബാക്ക്ഗ്രൗണ്ട് ടു ദ എപ്പിസൽ ഓഫ് ഡോക്ടർ ആർതബോർ. പോപ്പ് പിന്നെ വരുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് 26 പോപ്പ് ദ സ്റ്റഡി ഓഫ് എൻ എപ്പിസൽ ടു ഡോക്ടർ ആർതബോർ. സോ ഇതാണ് നിങ്ങളുടെ ബ്ലോക്ക് 5ലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ്സ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബ്ലോക്ക് 6ലേക്ക് വരുന്ന സമയത്ത് ദ റൊമാൻറ്റിക് പോയറ്റ്സ് ബ്ലേക്ക്, വേർഡ്സ്വർത്ത് ആൻഡ് കോളറിഡ്ജ്. സോ ഇതിനകത്ത് ടോട്ടൽ 4 യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇൻട്രൊഡക്ഷൻ ടു റൊമാൻറ്റിക് പോയട്രി, വില്യം ബ്ലേക്ക്, വേർഡ്സ്വർത്ത് ദ പ്രില്യൂഡ്, ബുക്ക് 1 എ ക്രിട്ടിക്കൽ അനാലിസിസ്, കോളറിഡ്ജ്, കുബ്ല ഖാൻ ആൻഡ് ഡിജക്ഷൻ ആൻഡ് ഓഡ്. സോ ഇത്രയുമാണ് ബ്ലോക്ക് 6ലേക്ക് വരുന്ന സമയത്ത് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 7ലേക്ക് വരുന്ന സമയത്ത് the second generation romantic poets Shelley and Keats. So ഇതിനകത്ത് നിങ്ങൾക്ക് ടോട്ടൽ 5 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. And unit 31 the poet of volcanic Pope P.B. Shelley, a study of triumph of life. Keats Hyperion, a fragment part 1. Keats Hyperion, a fragment part 2. The Romantic Age, a review. So ഇത്രയാണ് നിങ്ങളുടെ ബ്ലോക്ക് എല്ലാം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ബ്ലോക്ക് 8ലേക്ക് വരുന്ന സമയത്ത് the Victorian poets Browning, DJ and Christina Rossetti and Oscar Wilde. So ഇതിനകത്ത് നിങ്ങൾക്ക് യൂണിറ്റ് 36 തൊട്ടിട്ടാണ് തുടങ്ങുന്നത്. The Victorian Age Selected Studies. Unit 37 Robert Browning, Life and Aspirations. Unit 38 Robert Browning, 2 early poems. Unit 39 2 poems from Men and Women, 1855. Unit 40 The Pre-Raphaelite Brotherhood, Dante Gabriel Rossetti. Unit 41 Oscar Wilde, The Ballad of Reading Gaul. So ഇതാണ് നിങ്ങളുടെ ബ്ലോക്ക് 8 വരെ വരുന്നത്. ആൻഡ് ബ്ലോക്ക് 9ലേക്ക് വരുന്ന സമയത്ത് ദ മോഡേണിസ്റ്റ് പോയിറ്റ്സ് ആണ്. സോ യൂണിറ്റ് 42 തൊട്ടിട്ടാണ് ഈ ഒരു ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്.
Modern British Poetry and Introduction, W.B. Yeats, Background, System and Poetic Career, the later poetry of W.B. Yeats, T.S. Eliot, Wasteland Part 1, Part 2, Part 3. So ഇങ്ങനെയാണ് ബ്ലോക്ക് 9 ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബ്ലോക്ക് 10ലേക്ക് വരുന്ന സമയത്ത് സം മോഡേണിസ്റ്റ് ആൻഡ് പോസ്റ്റ് മോഡേണിസ്റ്റ് പോയറ്റ്സ്, ജിലൻ തോമസ്, ഫിലിപ്പ് ലാർക്കിംഗ് ആൻഡ് സിൽവിയ പ്ലാത്ത്. സോ ഇതിനകത്ത് വരുന്ന ടോട്ടൽ 5 യൂണിറ്റ്സ് ആണ്. 48th യൂണിറ്റ് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജിലൻ തോമസ്, ഫിലിപ്പ് ലാർക്കിംഗ് ആൻഡ് മൂവ്മെന്റ് പോയട്രി, സിൽവിയ പ്ലാത്ത് ആൻഡ് കൺഫെഷണൽ പോയട്രി. So now what is poetry once again, and symposium, essays and evaluation. So ഇത്രയുമാണ് നിങ്ങളുടെ ബ്രിട്ടീഷ് പോയട്രി എന്ന് പറയുന്ന MEG 01 പേപ്പറിൽ വരുന്നത്. ഇനി ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ അടുത്ത് വരുന്ന പേപ്പറാണ് MEG 02 ബ്രിട്ടീഷ് ഡ്രാമ. സോ ഇതിനകത്ത് ബ്ലോക്ക് 1ൽ നിങ്ങൾക്ക് ക്രിസ്റ്റഫർ മാർലോന്റെ ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഡ്രാമയാണ് പഠിക്കാനുള്ളത്. ടോട്ടൽ ഓഫ് 6 യൂണിറ്റ്സ് ആണ് വരുന്നത്. ക്രിസ്റ്റഫർ മാർലോ ആൻഡ് ദ എലിസബത്തിൻ ഡ്രാമ, the tragic drama of Dr. Faustus, irony and tragic dilemma in Dr. Faustus, the Renaissance and Reformation in Dr. Faustus, dramatic poetry in Dr. Faustus, the performance of Dr. Faustus. So ഇത്രയുമാണ് ബ്ലോക്ക് 1ൽ നിങ്ങൾക്ക് ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഡ്രാമേനെ ബേസ് ചെയ്തിട്ട് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് വില്യം ഷേക്സ്പിയറിന്റെ മിഡ് സമ്മർ നൈറ്റ് ഡ്രീം ആണ് വരുന്നത്. ആൻഡ് ടോട്ടൽ ഓഫ് 5 യൂണിറ്റ് ആണ് വരുന്നത്. ബാക്ക്ഗ്രൗണ്ട്, പെർഫോമൻസ്, റൊമാൻറ്റിക് കോമഡി ആൻഡ് ദ ലാംഗ്വേജ് ഓഫ് ദ പ്ലേ, A Midsummer Night Dream, Part 1, Part 2, The Mechanicals. So ഇത്രയുമാണ് നിങ്ങൾ ബ്ലോക്ക് 2 പഠിക്കാൻ വരുന്നത്. ആൻഡ് ബ്ലോക്ക് 3ലേക്ക് വരുന്ന സമയത്ത് അഗൈൻ വില്യം ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് വരുന്നത്. ആൻഡ് ടോട്ടൽ 6 യൂണിറ്റ്സ് ആണ്. ബാക്ക്ഗ്രൗണ്ട്, ഇന്റർപ്രിട്ടേഷൻ, ലാംഗ്വേജ് ഓഫ് ലിറ്ററേച്ചർ, ഹാംലെറ്റ്, അതർ ഡയമെൻഷൻ, the world as stage, wider perspective, current critical approaches to Hamlet. ഇത്രയാണ് ബ്ലോക്ക് 3ൽ വരുന്നത്. ആൻഡ് ബ്ലോക്ക് 4 ബെൻ ജോൺസൺ ദ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡ്രാമയാണ്. ടോട്ടൽ ഓഫ് 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. ദ ഡ്രമാറ്റിക് കരിയർ ഓഫ് ബെൻ ജോൺസൺ, ജോൺസേനിയൻ കോമഡി ആൻഡ് ദ ആൽക്കമിസ്റ്റ്, ദ സ്ട്രക്ചർ ഓഫ് ദ ആൽക്കമിസ്റ്റ് ഇൻ ദ തിയേറ്റർ, ക്യാരക്ടറൈസേഷൻ ആൻഡ് ലാംഗ്വേജ്. സോ ഇത്രയുമാണ് ബ്ലോക്ക് 4ൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ബ്ലോക്ക് 5ലേക്ക് വരുന്ന സമയത്ത് ദ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റ് വേൾഡ് എന്ന് പറയുന്ന ഒരു ഡ്രാമയാണ്. ടോട്ടൽ 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് ബാക്ക്ഗ്രൗണ്ട് ടു ദ പ്ലേ ബോയ്, ക്രിട്ടിക്കൽ അനോട്ടേഷൻ ടു ദ ബ്ലാക്ക് Playboy, close analysis of the Playboy a discussion, the Playboy a discussion continued. So ഇതാണ് നിങ്ങളുടെ 5 യൂണിറ്റ്സ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബ്ലോക്ക് 6ലേക്ക് വരുന്ന സമയത്ത് ജോൺ ബെർണാഡ് ഷോന്റെ പിഗ്മാലിയൻ എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് വരുന്നത്. ഇതിനകത്ത് ടോട്ടൽ 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. യൂണിറ്റ് 1 ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇംഗ്ലീഷ് ഡ്രാമ ഫ്രം ദ റെസ്റ്റോറേഷൻ പീരീഡ് ടു ബെർണാഡ് ഷോ. Unit 2 Pygmalion themes and issues. Unit 3 dramatic structure and the mingling of the genres. Unit 4 language and style. So ഇത്രയാണ് ബ്ലോക്ക് 6ൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 7ലേക്ക് വരുന്ന സമയത്ത് TS Eliot Murder in the Cathedral. ടോട്ടൽ 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. TS Eliot essays and other works related to the play. Unit 2 background, production and performance history. Unit 3 critical approaches to the play, Part 1, Part 2, then general comments and other reading. So ഇത്രയുമാണ് ബ്ലോക്ക് 7ൽ വരുന്നത്. ആൻഡ് ബ്ലോക്ക് 8ലേക്ക് വരുമ്പോൾ ജോൺ ഓസ്ബോണിന്റെ ലുക്ക് ബാക്ക് ഇൻ ആങ്കർ എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് വരുന്നത്. യൂണിറ്റ് 1 ബാക്ക്ഗ്രൗണ്ട് ടു ദ പ്ലേ, 2 the characters, language and speech in Look Back in Anger, critical approaches in Look Back in Anger and after the play's subsequent importance. So ഇതാണ് നിങ്ങൾക്ക് ബ്ലോക്ക് 8ൽ പഠിക്കാൻ വരുന്നത്. ആൻഡ് ലാസ്റ്റ് ബ്ലോക്ക് വരുന്നത് സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്ന ഒരു ഡ്രാമയാണ്. സോ ഇതിനകത്ത് ടോട്ടൽ 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. യൂണിറ്റ് 1 വെയിറ്റിംഗ് ഫോർ ഗോദോ ആൻഡ് avant-garde play. ഗോദോ a critical analysis, Part 1, Part 2, themes and issues, Part 1, Part 2. ഇങ്ങനെയാണ് നിങ്ങളുടെ ബ്ലോക്ക് 9 ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയുമാണ് നിങ്ങൾക്ക് ബ്രിട്ടീഷ് ഡ്രാമ എന്ന് പറയുന്ന ഒരു പേപ്പറിനകത്ത് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് പേപ്പറിലേക്ക് പോവാം. ബ്രിട്ടീഷ് നോവൽ MEG 03 ബ്രിട്ടീഷ് നോവൽ ആണ് നെക്സ്റ്റ് പേപ്പർ. ആൻഡ് ഇതിനകത്തും നിങ്ങൾക്ക് ടോട്ടൽ 9 ബ്ലോക്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് ഹെൻറി ഫീൽഡിങ്ങിന്റെ ടോം ജോൺസ് ആണ്. ഇതിനകത്ത് ടോട്ടൽ 8 യൂണിറ്റ്സ് വരുന്നുണ്ട്. യൂണിറ്റ് 1 സം ആസ്പെക്ട്സ് ഓഫ് ഫിക്ഷൻ. As we first read Tom Jones, important thematic areas in Tom Jones, characters as characteristics, artistic unity or socio-cultural concerns, feminist concern in Fielding, some critical opinions on Tom Jones, narration and fiction, and the third world preferences. ഇങ്ങനെയാണ് നിങ്ങളെ ഫസ്റ്റ് ബ്ലോക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് ജോൺ ഓസ്റ്റന്റെ പ്രൈഡ് ആൻഡ്
Prejudice എന്ന് പറയുന്ന ഒരു നോവലാണ് വരുന്നത്. ടോട്ടൽ ഓഫ് 6 യൂണിറ്റ്സ് ആണ്. ദ നോവൽ ഇൻ ഇറ്റ്സ് കോണ്ടെക്സ്റ്റ്, മെയിൻ തീംസ് ഇൻ പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് പാർട്ട് 1, പാർട്ട് 2, ക്യാരക്ടേഴ്സ് ഇൻ ദ നോവൽ, ദ നറേറ്റീവ് ഓഫ് പ്രൈഡ് ആൻഡ് പ്രെജുഡീസ്, ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്. ഇത്രയുമാണ് ബ്ലോക്ക് 2 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 3ലേക്ക് വരുന്ന സമയത്ത് എമിലി ബ്രോണ്ടിന്റെ വിതറിംഗ് ഹൈറ്റ്സ് ആണ്. ടോട്ടൽ 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ടു വിതറിംഗ് ഹൈറ്റ്സ്, ദ പ്രോബ്ലം ഓഫ് നറേറ്റീവ്, ഗിഫ്റ്റ് ഓഫ് ഗോൾഡ്, ഹെത്ക്ലിഫ്, യു ലുക്ക് ലൈക്ക് എ ലേഡി നൗ, സിഗ്നിഫിക്കൻസ് ഓഫ് കാത്തറിൻ, വിതറിംഗ് ഹൈറ്റ്സ്, 150 ഇയേഴ്സ്. സോ ഇതാണ് നിങ്ങളുടെ ബ്ലോക്ക് 3 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് ചാൾസ് ഡിക്കന്റെ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് ആണ് വരുന്നത്. ടോട്ടൽ 5 യൂണിറ്റ്സ് ആണ്. ബാക്ക്ഗ്രൗണ്ട്, ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ ആൻഡ് സെൽഫ് ഇംപ്രൂവ്മെന്റ്, ഇംപ്രൂവ്മെന്റ് ആൻഡ് ഡിസ്ഇന്റഗ്രേഷൻ, ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ ആൻഡ് ദ ഫെയറി ടെയിൽ, ക്രൈം ആൻഡ് റെസ്പെക്ടബിലിറ്റി. സോ ഇതാണ് നിങ്ങൾക്ക് ബ്ലോക്ക് 4 ഡിവൈഡ് ചെയ്തിട്ട് വരുന്നത്. ബ്ലോക്ക് 5ലേക്ക് വരുന്ന സമയത്ത് ജോർജ് എലിയറ്റിന്റെ മിഡിൽ മാർച്ച് എന്ന് പറയുന്ന ഒരു നോവലാണ്. ടോട്ടൽ 5 യൂണിറ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്രോച്ചിങ് ദ നോവൽ, തീംസ്, ക്യാരക്ടേഴ്സ്, ടെക്നിക്സ്, ഫിലോസഫിക്കൽ അണ്ടർപിന്നിങ്സ്, എലിയറ്റ്സ് പെർസ്പെക്റ്റീവ്, ദ ഫിനാലെ. ആൻഡ് ബ്ലോക്ക് 6ലേക്ക് വരുമ്പോൾ ജോസഫ് കോൺക്രീറ്റ് ദ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന ഒരു നോവലാണ്. അതിലും ടോട്ടൽ 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഹിസ്റ്ററി ആൻഡ് ഹിസ്റ്ററി, ലിറ്റററി അനാലിസിസ് പാർട്ട് 1, പാർട്ട് 2, റേസ്, എംപയർ, ജെൻഡർ ഇൻ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്, ദ ലെങ്തനിങ് ഷാഡോ. സോ ഇത്രയുമാണ് ബ്ലോക്ക് 6ൽ പഠിക്കാനുള്ളത്. ബ്ലോക്ക് 7ലേക്ക് വരുന്ന സമയത്ത് ജെയിംസ് ജോയ്സിന്റെ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ എന്ന് പറയുന്ന ഒരു നോവലാണ് വരുന്നത്. ടോട്ടൽ 5 യൂണിറ്റ്സ് ആണ്. കോണ്ടെക്സ്റ്റ്, ജോൺറെ, ഓവറോൾ സ്ട്രക്ചർ ആൻഡ് പോയിന്റ് ഓഫ് വ്യൂ, Stephen's growth and personality, technique, critical perspective, a brief selective overview. And block 8ലേക്ക് വരുന്ന സമയത്ത് എഡ്വേർഡ് മോറൽ പോസ്റ്റിന്റെ പാസേജ് ടു ഇന്ത്യ എന്ന് പറയുന്ന ഒരു നോവലാണ്. ടോട്ടൽ 6 യൂണിറ്റ്സ് ആണ് വരുന്നത്. പാസേജ് ടു ഇന്ത്യ, റെപ്രസെന്റേഷൻ ഓഫ് ഇന്ത്യ, അപ്രോച്ചസ് ടു ദ നോവൽ, ഹിസ്റ്ററി ആൻഡ് പാസേജ് ടു ഇന്ത്യ, റേസ്, ക്ലാസ് ആൻഡ് ജെൻഡർ ഇൻ എ പാസേജ് ടു ഇന്ത്യ, റെപ്രസെന്റേഷൻ ഓഫ് ഇന്ത്യ, ബി, religion in the novel, passages from India. So ഇങ്ങനെയാണ്. ആൻഡ് ലാസ്റ്റ് ബ്ലോക്ക് വരുന്നത് ബ്ലോക്ക് 9 ആണ്. റിയൽ സ്പാർക്ക് ദ പ്രൈം ഓഫ് മിസ് ജീൻ ബ്രൂഡി ആണ് ഈ ഒരു വർക്ക് വരുന്നത്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് ടോട്ടൽ 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. ആൻഡ് ഫസ്റ്റ് യൂണിറ്റ്, ദ ഇംഗ്ലീഷ് നോവൽ മോഡേണിസം ആൻഡ് ആഫ്റ്റർ, റിയൽ സ്പാർക്ക്, ഹർ ലൈഫ്, ഹർ വർക്ക്സ് ആൻഡ് ടെക്സ്റ്റ്. Unit 3, analyzing the text part 1. Next unit വരുമ്പോൾ part 2. And last unit വരുന്നത് the English novel 1916 and after. So ഇത്രയുമാണ് നിങ്ങളുടെ ബ്രിട്ടീഷ് നോവൽ എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത്. സോ ഇതോടെ നിങ്ങളുടെ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷണൽ മോഡ്യൂൾ തീർന്നിരിക്കുക. ടോട്ടൽ 3 പേപ്പർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഡ്രാമ, ബ്രിട്ടീഷ് പോയട്രി, ബ്രിട്ടീഷ് നോവൽ, 3 പേപ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ ഈ ഒരു മോഡ്യൂൾ എടുക്കാത്തവർ സെക്കൻഡ് ഇയറിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷണൽ മോഡ്യൂൾ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഇനി നമുക്ക് നെക്സ്റ്റ് റൈറ്റിംഗ്സ് ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് നോക്കാം. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്ന പേപ്പറാണ് MEG 07 ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ബ്ലോക്ക് 1, നോൺ ഫിക്ഷണൽ പ്രോസ്. ഇതിനകത്ത് ടോട്ടൽ 6 യൂണിറ്റ്സ് ആണ് വരുന്നത്. നോൺ ഫിക്ഷണൽ പ്രോസ്, എ സർവേ, സ്വാമി വിവേകാനന്ദ, ശ്രീ ഓർബിന്ദോ ആൻഡ് ആനന്ദ കുമാരസ്വാമി. ആൻഡ് യൂണിറ്റ് 3ലേക്ക് വരുന്ന സമയത്ത് ഗാന്ധി, ജവഹർലാൽ നെഹ്റു, നിരാജ് സി ചൗധരി, വിക്രം സെയ്തൻ, അമിതാവ് ഘോഷ്. സോ ഇത്രയാണ് ബ്ലോക്ക് 1ലേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. നോൺ ഫിക്ഷണൽ ആയിട്ടുള്ള പ്രോസസ് ആയിരിക്കും ഇതൊക്കെ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വരുന്ന സമയത്ത് മുൽക്രാജ് ആനന്ദിന്റെ അൺടച്ചബിൾ എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് വരുന്നത്. ടോട്ടൽ 6 യൂണിറ്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ, ലൈഫ് ആൻഡ് വർക്ക് ഓഫ് മുൽക്രാജ് ആനന്ദ്, അൺടച്ചബിൾ, ടൈറ്റിൽ, തീം, പ്ലോട്ട് ആൻഡ് ക്യാരക്ടറൈസേഷൻ, ദ പിക്ചർ ഓഫ് എ ഫ്രാഗ്മെന്റഡ് നേഷൻ ഇൻ ആനന്ദ്സ് അൺടച്ചബിൾ, ദ ഗാന്ധിയൻ ഇൻഫ്ലുവൻസ്, സ്റ്റൈൽ. സോ ഈ ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് അൺടച്ചബിൾ എന്ന് പറയുന്ന ആ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് ആണ് വരുന്നത്. ആൻഡ് യൂണിറ്റ് 3ലേക്ക് വരുന്ന സമയത്ത് രാജറാവുവിന്റെ കാന്തപുര എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് വരുന്നത്. യൂണിറ്റ് 1 രാജറാവു, കാരിയർ ആൻഡ് വർക്ക്സ്. യൂണിറ്റ് 2 കാന്തപുര, ബാക്ക്ഗ്രൗണ്ട്, തീംസ്, സ്ട്രക്ചർ ആൻഡ് ടെക്നിക്, ക്യാരക്ടേഴ്സ്. ഇങ്ങനെയാണ് നിങ്ങളെ 5 യൂണിറ്റ്സ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 4 അനിത ദേശായിയുടെ ക്ലിയർ ലൈറ്റ് ഡേ എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് വരുന്നത്. ആൻഡ് ടോട്ടൽ 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. അനിത ദേശായി, ലൈഫ്, വർക്ക്സ് ആൻഡ് ലാംഗ്വേജ് ഇഷ്യൂ, ക്ലിയർ ലൈറ്റ് ഓഫ് ഡേ, തീംസ്, ടെക്നിക്സ്, ടൈം, political dimension, major characters, music, minor character, Anita Desai's contribution to Indian English fiction. So ഇങ്ങനെയാണ് നിങ്ങളുടെ ബ്ലോക്ക് 4 ഡിവൈഡ് ചെയ്തിട്ടുള്ളത്.
ബ്ലോക്ക് 5ലേക്ക് വരുന്ന സമയത്ത് മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് വരുന്നത്. ആൻഡ് ഇതിനകത്ത് ടോട്ടൽ 6 യൂണിറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് ബാക്ക്ഗ്രൗണ്ട്, മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ, ദ ഡീഡോക്സിഫൈഡ് ഇംഗ്ലീഷ്, തീംസ് ഇൻ മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ, ടെക്നിക്സ് ഇൻ മിഡ് നൈറ്റ് ചിൽഡ്രൻ, ക്യാരക്ടറൈസേഷൻ ഇൻ മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ, മിഡ് നൈറ്റ് ചിൽഡ്രൻ ആസ് എ ലിറ്റററി ഇവന്റ്. സോ ഇത്രയുമാണ് ബ്ലോക്ക് 5 വരുന്നത്. ആൻഡ് ബ്ലോക്ക് 6ലേക്ക് വരുന്ന സമയത്ത് ഷൂറി എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ആണ്. ആൻഡ് ഇതിനകത്ത് ടോട്ടൽ 6 യൂണിറ്റ്സ് ആണ്. ഫസ്റ്റ് യൂണിറ്റ് അബൌട്ട് ദ ഷോർട്ട് സ്റ്റോറി, RK നാരായണൻ, അരുൺ ജോഷി ആൻഡ് മനോജ് ദാസ്, സുഭദ്ര സെൻ ഗുപ്ത ആൻഡ് രാജീവ് നരസിംഹൻ, ശശി ദേശ്പാണ്ഡെ ആൻഡ് ഗീത ഹരിഹരൻ, റസ്കിൻ ബോൺ. സോ ഇങ്ങനെയാണ് നിങ്ങളുടെ 6 യൂണിറ്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബ്ലോക്ക് 7ലേക്ക് വരുന്ന സമയത്ത് പോയിട്രി ആണ്. ടോട്ടൽ 6 യൂണിറ്റ്സ് ആണ് വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ടു ഇന്ത്യൻ ഇംഗ്ലീഷ് പോയിട്രി, ഹെൻറി ഡെസ്റോസിയോ ആൻഡ് തോറൂദർ, ശ്രീ ഓർബിന്ദു ആൻഡ് സരോജിനി നായിഡു, നിസം എസിക്കൽ ആൻഡ് കമലാദാസ്, AK രാമാനുജൻ, അരുൺ കൊലക്കർ, ജയാന്ത് മഹത്പത്ര, R പാർത്ഥസാരഥി ആൻഡ് KK N ദർവാല. സോ ഇന്ത്യൻ ഓതേഴ്സ് ആയിട്ട് ഇന്ത്യൻ പോയിട്രി എഴുതിയിട്ടുള്ള കുറച്ച് റൈറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ബ്ലോക്ക് 7 വരുന്നത്. ആൻഡ് ബ്ലോക്ക് 8ലേക്ക് വരുന്ന സമയത്ത് മഹേഷ് ദത്താനിയുടെ താര എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് വരുന്നത്. An overview of Indian English drama, a preview of Dattani's dramatic world, reading Tara, appreciating Tara. So ഇതാണ് നിങ്ങളുടെ ബ്ലോക്ക് 8ൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മുടെ നെക്സ്റ്റ് പേപ്പർ ആണ് MEG 10 ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ. ബ്ലോക്ക് 1 ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് ഇംഗ്ലീഷ് സ്റ്റഡി ഇൻ ഇന്ത്യ. യൂണിറ്റ് 1 എൻട്രി ഓഫ് ഇംഗ്ലീഷ് ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ. യൂണിറ്റ് 2 വരുന്ന സമയത്ത് മാക്കോലി, രാജാറാം മോഹൻ റോയ് ആൻഡ് ചാൾസി ട്രിവിലിയൻ. യൂണിറ്റ് 3 a view of post independent debates. യൂണിറ്റ് 4 setting down of English as studies and medium. ആൻഡ് ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് ബിഗിനിങ്സ് ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ്. ടോട്ടൽ 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. യൂണിറ്റ് 1 ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഏർലിയസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ്, Henry Louis Vian Derosio and the early voice of identity, Michael Madhusudan Dutt and the evolution of modernity, Thoru Dutt assertion of Indian life. So ഇത്രയുമാണ് ബ്ലോക്ക് 2ൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 3 beginnings of the Indian English novel. Total 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. The context of Bucky, themes in Rajmohan's wife part 1, part 2, marriage and transgression in Buckim's other novel. Block 4 different Englishes, evolution of English, nativization of English in post-independent India, functions of English. Unit 3 nativization of English discourse, syntax, morphology, phonology. Unit 4 intelligibility of Indian English globally. Unit 5 debate over native and non-native English. Unit 6 the space of English in multilingual India. So ഇത്രയുമാണ് ബ്ലോക്ക് 4ൽ വരുന്നത്. ഇനി ബ്ലോക്ക് 5ലേക്ക് വരുന്ന സമയത്ത് പ്രോബ്ലംസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ടോട്ടൽ 6 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് പ്രോബ്ലംസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ദ മാർച്ച് ഓഫ് TEL, ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇൻ ഇന്ത്യ. റോൾ ആൻഡ് ഫംഗ്ഷൻ ഓഫ് TELI in contemporary context. English teaching in India, the lie of the land, English in India, publishing in India and English studies. So ഇത്രയുമാണ് നിങ്ങളുടെ ബ്ലോക്ക് 5ൽ പ്രോബ്ലംസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്കിനകത്ത് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിങ് ദ കാനൺ, ബ്ലോക്ക് 6 ആണ്. ആൻഡ് ടോട്ടൽ 6 യൂണിറ്റ്സ് ആണ് വരുന്നത്. ക്വസ്റ്റ്യനിങ് ദ കാനൺ, ഐഡിയോളജി ആൻഡ് അസംപ്ഷൻസ് ഓഫ് ദ കാനൺ. The rise of English and issues concerning the canon, possibilities of new agreements, exploring English criticism, theory and culture. The crisis in English studies, based text and context on the triumph of theory, the resistance of reading and the question of material base. So ഇത്രയാണ് നിങ്ങളുടെ ബ്ലോക്ക് 6ൽ നിങ്ങൾക്ക് പഠിക്കാൻ. ബ്ലോക്ക് 7ലേക്ക് വരുന്ന സമയത്ത് evolution of canons in Indian English writing. Total of 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. Canon making in the era of Gandhi Nehru socialism, Tagore, Premchand, Mulkraj Anand and Raja Rao. Feminism, Indian English writers, the Dalit canon. Block 8 decolonizing the mind. Total of 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. Orientalism and after, literature and nationalism, decolonizing the mind, civilizational conflict in literature, resisting colonization and decolonization. So ഇത്രയുമാണ് നിങ്ങളുടെ ബ്ലോക്ക് 8ൽ വരുന്നത്. നെക്സ്റ്റ് വരുന്ന പേപ്പർ ആണ് MEG 14 കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ.
സോ കുറെ ട്രാൻസ്ലേഷൻ വർക്ക്സ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. ആൻഡ് ബ്ലോക്ക് 1ലേക്ക് വരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ്, ദ കൺസെപ്റ്റ് ഓഫ് ടോട്ടൽ 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. ദ കൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ, ദ കൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ മോഡേൺ പീരീഡ്, comparative study in Indian literature, English translation in Indian literature. And block 2 Samkara, you are Ananda Murthy, total 4 units ആണ് വരുന്നത്. The writer and his literary context. Unit 2 Samkara, Samskara the narrative, Samskara forms and themes, Samskara character, title, literary criticism and contemporary relevance. Block 3ലേക്ക് വരുന്ന സമയത്ത് തമസ്, വിഷം, സഹ്നി, ആൻഡ് ഇതിനകത്ത് ടോട്ടൽ 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. ദ റൈറ്റർ ആൻഡ് ദ പാർട്ടീഷ്യൻ, ഗെറ്റിംഗ് ടു നോ ദ ടെക്സ്റ്റ്, മേക്കിംഗ് സെൻസ് ഓഫ് ദ നറേറ്റീവ്, ക്യാരക്ടേഴ്സ് ആൻഡ് ക്യാരക്ടറൈസേഷൻ ആൻഡ് ഓവർവ്യൂ. ബ്ലോക്ക് 4 ഷോർട്ട് സ്റ്റോറി. ഇതിനകത്ത് നിങ്ങൾക്ക് ഓരോ യൂണിറ്റ് എന്ന് പറയുന്നത് ഓരോ ഷോർട്ട് സ്റ്റോറി ആയിരിക്കും. യൂണിറ്റ് 1 മഹേശ്വരദത്ത് ദേവി സോൾട്ട്, വൈക്കം മുഹമ്മദ് ബഷീർ ബർത്ത്ഡേ, നിർമ്മൽ വർമ്മ ബേർഡ്സ്, ഇസ്മത് ചുഡ്ഗൈ ചൈനീസ് ഗ്രാനി, ഗോപിനാഥ് മൊഹന്തി തത്പ. ഇതാണ് നിങ്ങൾക്ക് ബ്ലോക്ക് 4 പഠിക്കാൻ വരുന്നത്. ആൻഡ് ബ്ലോക്ക് 5 ഷോർട്ട് സ്റ്റോറീസ് പാർട്ട് 2, യൂണിറ്റ് 1 ഇന്ദിര ഗോസ്വാമി ദ എംപ്റ്റി ചെസ്റ്റ്, മോട്ടിലാൽ ജോദ്വാനി വെരി ലോൺലി ഷീപ്പ്, അസ്ഫർ അഹമ്മദ് ഹെഡ്മാസ്റ്റർ ഫ്രോൺ ചനച്ചർ. Okay, unit 4 വിജയ്ദൻ ദേത്ത ദ കോംപ്രമൈസ്. ആൻഡ് ബ്ലോക്ക് 6ലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ടോട്ടൽ 6 യൂണിറ്റ്സ് ആണ് വരുന്നത്. ആൻഡ് യൂണിറ്റ് 1 വരുന്നത് KS നോഗിൻ റിക്വയം, പിന്നെ വരുന്നത് ഹരിഭജൻ സിംഗ് ട്രീ ആൻഡ് ദ സേജ്, ദീനാനാഥ് നദീം ദ മൂൺ, പുതി നിർമ്മല മദർ സീരിയസ്, രാമകഥ രാത് ശ്രീ രാധ, ഷിസാന്തു യശസ് ചന്ദ്ര ഓർഫിയസ്. സോ ഇത്രയും വർക്കാണ് നിങ്ങൾക്ക് ബ്ലോക്ക് 6നകത്ത് പോയിട്രി ആയിട്ട് വരുന്നത്. ആൻഡ് ബ്ലോക്ക് 7ലേക്ക് വരുന്ന സമയത്ത് തുഗ്ലക് എന്ന് പറയുന്ന ഒരു വർക്കാണ് ഗിരീഷ് കർണാടിന്റെ. ആൻഡ് ഇതിനകത്ത് ടോട്ടൽ 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇൻട്രൊഡ്യൂസിംഗ് കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചർ, ഇൻട്രൊഡ്യൂസിംഗ് ദ ഓഥർ ആൻഡ് ദ പ്ലേ തുഗ്ലക്, structure, themes and motive, characters and critical comments of the play. Block 8 non-fictional prose, total 4 units ആണ് വരുന്നത്. അമൃത് റായ് പ്രേംചന്ദ്, his life and times, ബാമ കരിക്ക്, സാദത്ത് ഹസൻ മാൻറ്റോ ഓൺ ഇസ്മത്, ഉമാ പ്രസാദ് മുഖോപാധ്യായ, മണി മഹേഷ്. സോ ഇത്രയുമാണ് നിങ്ങൾക്ക് ബ്ലോക്ക് 8 പഠിക്കാൻ വരുന്നത്. ഇതൊക്കെ പ്രോസ് വർക്ക്സ് ആണ് കേട്ടോ. സോ അത്രയുമാണ് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്, അതായത് സെക്കൻഡ് ഇയറിലേക്ക് പഠിക്കാൻ വരുന്ന പോർഷൻസ് ആയിട്ട് വരുന്നത്. അപ്പോ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എടുത്തവർക്ക് ആദ്യം പറഞ്ഞിട്ടുള്ള 3 പേപ്പറും, ഇനിയിപ്പോ റൈറ്റേഴ്സ് ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓപ്ഷണൽ മൊഡ്യൂൾ എടുത്തവർക്ക് അവസാനം പറഞ്ഞിട്ടുള്ള 3 പേപ്പേഴ്സ് ആണ് വരുന്നത്. ആൻഡ് സെക്കൻഡ് ഇയേഴ്സിന് കമ്പൽസറി ആയിട്ട് വരുന്ന പേപ്പർ ആയിരുന്നു ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആൻഡ് ഇനി നമുക്ക് നമ്മളെ അസൈൻമെന്റ്സിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അസൈൻമെന്റ്സിനെ കുറിച്ചിട്ട് ഐഡിയ ഉണ്ടോ? നിങ്ങൾ ഫസ്റ്റ് ഇയർ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ അസൈൻമെന്റ്സിനെ കുറിച്ചിട്ട് ഐഡിയ ഉണ്ടാവും. എന്നാലും പറയാം, നിങ്ങളെ ജാൻ ബാച്ചിൽ വരുന്ന സ്റ്റുഡൻസിന് സെപ്റ്റംബർ ലാസ്റ്റിലേക്കാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട വരിക. ആൻഡ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഷോർട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസും ആണ് നിങ്ങൾക്ക് എഴുതാനുണ്ടാവുക. അതോടൊപ്പം തന്നെ നമുക്ക് ഹാൻഡ് റിട്ടൺ ഫോമിലാണ് അസൈൻമെന്റ്സ് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് അറിയാം. അത് നിങ്ങളെ റെസ്പെക്റ്റീവ് സ്റ്റഡി സെന്റേഴ്സിലാണ് ആ ഒരു ഡേറ്റിന്റെ ടൈം ആവുമ്പോൾ കൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. സെപ്റ്റംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങളെ സ്റ്റഡി സെന്ററിനെ കണക്ട് ചെയ്തിട്ട് എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ അന്വേഷിച്ച് അതുപോലെ എഴുതിയിട്ട് കൊണ്ട് സബ്മിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി, നിങ്ങൾ എഴുതിയിട്ടുള്ള അസൈൻമെന്റിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിന് ആ ഒരു അക്നോളജ്മെന്റ് റെസീറ്റ് നിർബന്ധമായി വാങ്ങുക. ഇൻ കേസ് നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സ് നിന്ന് ആ ഒരു അസൈൻമെന്റ് മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സബ്മിറ്റ് ചെയ്തു എന്നുള്ളത് കാണിക്കാനുള്ള ഒരു പ്രൂഫാണ് ആ ഒരു റെസീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിർബന്ധമായിട്ടും അത് വാങ്ങിച്ചിരിക്കുക. അതോടൊപ്പം തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി. കാരണം നിങ്ങളെ സ്റ്റഡി സെന്റേഴ്സിൽ കുറേ അസൈൻമെന്റ്സ് വരുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ മിസ്സാവാനും ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളൊരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി കയ്യിലുണ്ടെങ്കിൽ ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പാസ് മാർക്ക് വരുന്നത് ടോട്ടൽ അസൈൻമെന്റ്സിൽ 40% ആണ്. നിങ്ങളുടെ 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക. അതിൽ ഓരോ പേപ്പറിനും നിങ്ങൾക്ക് ടോട്ടൽ 40 മാർക്സ് വേണം. നിങ്ങൾ തിയറി പേപ്പറിൽ എത്ര സ്കോർ ചെയ്തിട്ടും അസൈൻമെന്റിന് അത്ര മാർക്ക് 40 മാർക്സ് മിനിമം സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫൈനൽ റിസൾട്ട് വരുന്ന സമയത്ത് അത് ഇൻകംപ്ലീറ്റ് എന്നാണ് കാണിക്കുക. അപ്പോൾ
നിങ്ങൾ മാക്സിമം നിങ്ങളുടെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യുക. ടോട്ടൽ നിങ്ങൾക്ക് മിനിമം 40 മാർക്സ് എങ്കിലും അസൈൻമെന്റ്സിന് വേണം. ഇനി നെക്സ്റ്റ് വരുന്നത് ടേം ആൻഡ് എക്സാമിനേഷനെ കുറിച്ചിട്ടാണ്. അപ്പോ ജാൻ ബാച്ചിൽ വരുന്ന സ്റ്റുഡൻസ്, അതായത് ഇപ്പൊ നിങ്ങൾ ജാൻ 24 ബാച്ച് ആണെങ്കിൽ നിങ്ങൾ എക്സാം എഴുതിയത് ഡിസംബർ 2024 അപ്പൊ നിങ്ങൾ ഇപ്പൊ വന്നിട്ട് സെക്കൻഡ് ഇയർ വരുന്നത് എപ്പോഴാണ്? ജാൻ 2025. അപ്പൊ നിങ്ങളുടെ എക്സാം വരുന്നത് ഈ ഒരു ഡിസംബർ 2025 നിങ്ങളുടെ ബാച്ചിന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. നിങ്ങൾ എത്ര അസൈൻമെന്റ് ആണോ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് അത്രയും എക്സാം ആണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ 2 അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 എക്സാം എഴുതാം. അങ്ങനെയാണ് വരുന്നത്. ആൻഡ് പിന്നെ നിങ്ങൾക്ക് തിയറി പേപ്പറിൽ നിങ്ങൾക്ക് മിനിമം പാസ് മാർക്ക് വേണ്ടത് 40 ആണ്. നിങ്ങൾക്ക് ടോട്ടൽ ഔട്ട് ഓഫ് 100 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. 40 മാർക്സ് സ്കോർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫെയിൽ ആയിട്ടാണ് കാണിക്കുക. ആൻഡ് നിങ്ങൾക്ക് അറിയാം, എക്സാമിന് തൊട്ട് മുന്നേ ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ എക്സാം സെന്റർ ഒക്കെ നിങ്ങൾ ചൂസ് ചെയ്യുക. അതിന്റെ ഒപ്പം തന്നെയായിരിക്കും നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ളത് ചെയ്യുക. അപ്പൊ എക്സാമിന്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ, എക്സാം രജിസ്ട്രേഷന്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന അപ്പൊ തന്നെ നിങ്ങൾ മാക്സിമം രജിസ്റ്റർ ചെയ്യാൻ നോക്കുക. കാരണം പെട്ടെന്നൊക്കെ ഇപ്പോൾ എക്സാം സെന്റേഴ്സ് ഫിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോ അപ്പൊ തന്നെ വേഗം തന്നെ നിങ്ങൾ കയറി ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വരുന്നത്, ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇയറിന്റെ എക്സാം എഴുതിയിട്ടുണ്ടാവും, അതുപോലെ തന്നെ അസൈൻമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ അസൈൻമെന്റ്സ് വെച്ചിട്ടുള്ളത് ഔട്ട് ഓഫ് 100ഉം അതുപോലെ തന്നെ തിയറി പേപ്പർ എഴുതിയിട്ടുള്ളതും ഔട്ട് ഓഫ് 100ലാണെന്ന്. അപ്പൊ നിങ്ങളുടെ മാർക്ക് വരുന്ന സമയത്ത് ഇപ്പൊ അസൈൻമെന്റിന്റെയും അതുപോലെ തിയറിയുടെയും സെപ്പറേറ്റ് മാർക്ക് വരുന്നെങ്കിലും ഫൈനൽ റിസൾട്ട് വരുന്ന സമയത്ത് ഏറ്റവും അവസാനം നിങ്ങളുടെ 30% നിങ്ങൾ അസൈൻമെന്റും 70% നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷനും ആണ് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എഴുതി വെച്ചിട്ടുള്ളതിന് ഔട്ട് ഓഫ് 100ൽ 30% ആണ് നിങ്ങളുടെ അസൈൻമെന്റിന്റെ വരിക. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വരിക. എന്നാലും നിങ്ങൾ രണ്ടിനും സെപ്പറേറ്റ് പാസ് ആയിരിക്കണം. ഒന്നിന് മാത്രം പാസ്സായിട്ട് നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ആഡ് ചെയ്തിട്ട് പാസ് ആക്കും എന്നുള്ളതില്ല. അസൈൻമെന്റിനും തിയറിക്കും സെപ്പറേറ്റ് പാസ്സായാൽ മാത്രമേ ഇത് കമ്പൈൻ ചെയ്തിട്ട് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വരുള്ളൂ. മോഡേൺ ടൂൾസ് ഫോർ ആൻ എൻഹാൻസ് ലേണിംഗ് എക്സ്പീരിയൻസ്. സോ നമുക്ക് ഇനി ഇവിടെ ലേൺ വൈസിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ലേൺ വൈസ് ഓഫേഴ്സ് എ റേഞ്ച് ഓഫ് tech-enabled resources and support service designed to make studying more interactive and effective. സോ നമുക്ക് കോർ ലേണിംഗ് റിസോഴ്സസ് നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മളൊരു ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ക്ലാസ്സസ് പോകുന്നത്. അപ്പൊ നമ്മളൊരു ലൈവ് വീഡിയോ ലെക്ചേഴ്സും നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യും. ലൈവ് റിവിഷൻ സെഷൻസ് നമുക്ക് ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ് നമ്മളുടെ വാല്യൂ ആഡഡ് നോട്ട്സ്. അപ്പൊ നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആണ്, നമുക്ക് ഒരുപാട് വായിക്കാനുണ്ടോ. അപ്പൊ എക്സാമിന്റെ തലേന്നൊക്കെ എടുത്തിട്ട് നമുക്ക് ഫുൾ SLM കംപ്ലീറ്റ് ചെയ്ത് വായിക്കാനൊന്നും പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വരാൻ പോകുന്ന ഒരു കാര്യമാണ് വാല്യൂ ആഡഡ് നോട്ട്സ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഷോർട്ട് നോട്ട്സിന്റെ ഒപ്പം തന്നെ ഈ ഒരു വാല്യൂ ആഡഡ് നോട്ട്സും കൂടി വെച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടുത്തെ ബാക്കി സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ് എക്സാംപീഡിയ, എക്സാം സ്പെഷ്യൽ ഗൈഡ്, അതുപോലെ തന്നെ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക്. അപ്പൊ നിങ്ങൾക്ക് അസൈൻമെന്റ്സ് ഒക്കെ എഴുതുന്ന സമയത്ത് ആൻസേഴ്സ് ഇപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഗൈഡ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗൈഡ് ബുക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ ആ ഒരു എങ്ങനെയാണ് അതിന്റെ എഴുതേണ്ടത്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആൻസർ തന്നെ അതിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്തിയിട്ട് കുറച്ച് അഡീഷണൽ ഇപ്പൊ നെറ്റ് എന്നൊക്കെ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ സെന്റൻസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് എഴുതാന്നുള്ള അത്രയും ഒരു പണി നിങ്ങൾക്ക് ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ആ ഒരു ഗൈഡ് ബുക്ക് ഉള്ളത് കൊണ്ട് തന്നെ എവിടെ എന്തൊക്കെയാണ് ആൻസേഴ്സ് എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് നല്ല ഐഡിയ ഉണ്ടാവും. മോർ ടൂൾസ് ആൻഡ് സപ്പോർട്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബാക്കി നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. അപ്പൊ ഈ ഒരു ഡിസംബറിൽ എക്സാം എഴുതിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് അറിയാം നമ്മൾക്ക് കൂടുതലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന്റെ വീഡിയോസ് നിങ്ങൾക്ക് തന്നപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റി. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ടൈം നിങ്ങളുടെ ലാഭിക്കാൻ പറ്റി. കാരണം അല്ലെങ്കിൽ നിങ്ങൾ എവിടുന്ന് എന്തൊക്കെയാ പഠിക്കേണ്ടതെന്നുള്ള കൂടുതലായിട്ടും ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് നിങ്ങൾക്ക് ആ ഒരു വീഡിയോസിൽ നിന്നും കൂടുതൽ മനസ്സിലായി.
ആൻഡ് പിന്നെ വന്നിട്ടുള്ളതാണ് ഇഗ്നോ മോഡൽ എക്സാംസ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരു യൂണിവേഴ്സിറ്റി എക്സാം അല്ലെങ്കിൽ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ എഴുതുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ടൈം പ്രോപ്പർ ആയിട്ട് എല്ലാം കളക്ട് ചെയ്ത് എഴുതാൻ പറ്റും, അങ്ങനത്തെ കുറെ സംശയമുണ്ട്. അപ്പം ഈ ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി കോൺഫിഡന്റ് ആയി നിങ്ങൾ ആ ഒരു എക്സാം പ്രോപ്പർ യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പോകുന്നതിനും മുന്നേ ആ ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റി. ഇഗ്നോ എക്സാം ഹെൽപ് ഡെസ്ക്. അപ്പൊ നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും, രജിസ്ട്രേഷന്റെ റിലേറ്റഡ് ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരുപാട് ഡൗട്ട് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു നമ്മുടെ ഒരു ഇഗ്നോ എക്സാം ഹെൽപ് ഡെസ്ക് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം EEP. അതായത് ഇപ്പൊ നമ്മളെ ലാംഗ്വേജ് എടുത്ത സ്റ്റുഡൻസിന് പ്രത്യേകിച്ചും ഇംഗ്ലീഷ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാം. അപ്പൊ നമ്മളുടെ ഇംഗ്ലീഷിൽ ആ ഒരു ലാംഗ്വേജ് സ്കിൽസ് ഒന്നും കൂടി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഒരുപാട് സെഷൻസും ലൈവ് സെഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിൻ്റെതായിട്ട്. പിന്നെ വരുന്നതാണ് കോ കരിക്കുലർ ഇവന്റ്സ്, അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്. ഇതൊക്കെ നമ്മൾ ഇവിടെ ലേൺ വൈസ് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആൻഡ് സപ്പോർട്ട് ആയിരുന്നു. സോ നിങ്ങൾ ഇനിയിപ്പോ സെക്കൻഡ് ഇയറിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഫസ്റ്റ് ഇയറിൽ പഠിച്ച പോലെ തന്നെ നന്നായി പഠിക്കുക. നിങ്ങൾ ആ ഒരു ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ വിചാരിച്ചൊരു റിസൾട്ട് ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വീണ്ടും സെക്കൻഡ് ഇയറിലേക്ക് നമ്മുടെ ലേൺ വൈസിൽ ജോയിൻ ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയാം. സോ അതുപോലെ തന്നെ ഫോക്കസ്ഡ് ആയിരുന്നു പഠിക്കുക. കുറച്ചൊക്കെ പേപ്പേഴ്സിന്റെ റിസൾട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന് അറിയാം. കുറച്ച് പേരുടെ ഇനിയും വരാനുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഇപ്പൊ ഫസ്റ്റ് ഇയറിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് അതിൽ നന്നായിട്ട് നിങ്ങൾ നിങ്ങളെ സെക്കൻഡ് ഇയറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്ര സ്കോർ നിങ്ങൾ സെക്കൻഡ് ഇയറിന് നിങ്ങൾ മേടിക്കാൻ നോക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.